ചൂണ്ടയിട്ട് ഞണ്ടിനെ പിടിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പേർ ഈ ചൂണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇതിനാവശ്യം ഒരു കുപ്പിയുടെ മൂടിയും പിന്നെ 30ൻ്റെ ലൈനുമാണ്. ലൈൻ ഏകദേശം ഒരടി നീളത്തിൽ 6 പീസ് കട്ട് ചെയ്തെടുക്കണം. പിന്നീട് കട്ട് ചെയ്തെടുത്ത ഓരോ ലൈനിൻ്റെയും ഒരു ഭാഗത്ത് ആദ്യം ഒരു കെട്ടിട്ടതിന് ശേഷം പിന്നീട് ഊരാക്കുടുക്ക് ഇട്ട് വയ്ക്കണം. ഇങ്ങനെ എല്ലാ ലൈനിലും ഊരാക്കുടുക്ക് കെട്ടിയെടുക്കണം. അതിനുശേഷം ഈ കുപ്പിയുടെ മൂടിയിൽ തുല്യ അകലത്തിൽ 6 ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നതിന് മാർക്ക് ചെയ്തെടുക്കണം. ഇത് സേഫ്റ്റി പിന്നോ അതുപോലെ എന്തെങ്കിലും പിന്നോ ഉപയോഗിച്ച് ഹോൾസ് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ നടുഭാഗത്തിടുന്ന ദ്വാരം കുറച്ച് വലിയ ദ്വാരം ഉണ്ടാക്കണം. കാരണം നമ്മൾ ഇതിൽ ഇര കെട്ടുന്നതിന് വേണ്ടി കുറച്ച് വലിയ ലൈനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ആ ഊരാക്കുടുക്കിട്ടെടുത്ത 6 ലൈനുകളും വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കിയ ദ്വാരത്തിലൂടെ കടത്തിയെടുക്കണം. അങ്ങനെ എല്ലാ ലൈനുകളും നമ്മൾ ഈ ദ്വാരത്തിലൂടെ കടത്തിയിട്ടിട്ടുണ്ട്. ഇനി ഈ ലൈനിൻ്റെ മറ്റേ ഭാഗത്ത് ഒരു കെട്ട് ഇട്ടെടുക്കണം. 6 ലൈനിൽ ഇതുപോലെ കെട്ടിടണം. ഇനി കുപ്പിയുടെ നടുവിലിട്ട വലിയ ദ്വാരത്തിലൂടെ നമ്മുടെ മെയിൻ ലൈൻ കയറ്റിയെടുക്കണം. ഈ ലൈനിലാണ് നമ്മൾ ഇരയും വെയിറ്റും കെട്ടുന്നത്. ഇതും ആദ്യം ചെയ്തതുപോലെ ഒരു കെട്ടിട്ടതിന് ശേഷം ഊരാക്കുടുക്കിട്ട് അതിലൂടെ ഒരു വെയിറ്റ് കൂടി ഇട്ടതിന് ശേഷം ഊരാക്കുടുക്ക് ഇടണം. ഞാനിവിടെ ഒരു ഗ്രൈൻഡറിൻ്റെ ഒരു നെട്ടാണ് ഉപയോഗിച്ചത്. സാധാരണ പഴയ വലിയ നെട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിന്. അതിനുശേഷം മെയിൻ ലൈനും ചെറിയ ലൈനുകളെല്ലാം കൂടി വീഡിയോയിൽ കാണുന്നത് പോലെ മറ്റൊരു ചെറിയ ലൈൻ ഉപയോഗിച്ച് നല്ല ടൈറ്റിൽ കെട്ടിയെടുക്കണം.
അങ്ങനെ നമ്മുടെ ചൂണ്ടയുടെ പണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഇര കിട്ടുന്നത് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ഈ വെയിറ്റ് കെട്ടിയ കുടുക്കൊന്ന് വലുതാക്കി അതിലൂടെയാണ് ഇര കെട്ടി വയ്ക്കുന്നത്. കോഴിയുടെ കുടലിനാണ് നമുക്ക് കൂടുതലായി നല്ല റിസൾട്ട് കിട്ടുന്നത്.